അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? നിരവധി കേസുകളിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ DCC പ്രസിഡന്റ് ഈ കേസുമായി പോയത് നിയമപരമായി നോക്കിയാൽ ഒരു രാഷ്ട്രീയമായ ഒരു നേട്ടം ഉദ്ദേശിച്ച് അടിയന്തരമായ കോടതിയുടെ ഇടപെടൽ ആഗ്രഹിച്ചല്ലേ പോയത്? കോടതി ആ വിധത്തിൽ അടിയന്തരമായി ഇടപെട്ടോ? ആ ഹർജി കൊടുത്തതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് കിട്ടിയോ? കോടതി അവരോട് ഈ ഹർജി തന്നെ നിലനിൽപ്പുള്ളതാണോ, അതിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി തന്നെ സംശയകരമാണ് എന്നു പറഞ്ഞോ? കോടതിക്ക് പ്രഥമദൃഷ്ടിയ തന്നെ ബോധ്യപ്പെടുന്നത് ഈ ഹർജി നിലനിൽക്കില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൗണ്ടർ അഫിഡവിറ്റ് വരട്ടെ, അതെല്ലാം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് കാര്യങ്ങൾ പരിശോധിക്കാം എന്നാണോ കോടതി പറഞ്ഞത്? അതോടെ ഈ ഹർജി കൊടുത്തതിൻ്റെ ഒരു മെച്ചവും കോൺഗ്രസ്സിന്, ഷിയാസിന്, DCC പ്രസിഡന്റിന് കിട്ടാതെ പോയോ? നിയാസ് പറഞ്ഞ കാര്യങ്ങൾ നിലനിൽപ്പുള്ളതാണോ? ബഹുമാനപ്പെട്ട സുഹൃത്ത് PM നിയാസ് എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കേസ് വിളിച്ചപ്പോൾ അഭിഭാഷകനില്ല, അതുകൊണ്ട് കേസ് 10 ദിവസം കഴിഞ്ഞ് അപ്പുറത്തേക്ക് മാറ്റിവെച്ചു എന്ന രൂപത്തിൽ സിമ്പിൾ ആയിട്ട് അരുൺ പറയണം. അതായത് അഭിഭാഷകൻ ഇല്ലാത്തതുകൊണ്ട് കേസ് മാറ്റുകയായിരുന്നു, എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് കേസ് കേൾക്കാതെ അരുൺ ഒരിക്കലുമല്ല. പിന്നെ പറഞ്ഞോളൂ. അവിടെ കൃത്യമായി ഈ ഹർജിക്കാരന്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ വാദം മുഴുവൻ അവതരിപ്പിക്കുകയും ആ സമയത്ത് കോടതി ചോദിച്ചു, ഇതിൽ പൊതു താല്പര്യം എന്താണ്, ഈ ഹർജി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണല്ലോ, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഈ കേസ് വരുന്നത്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലാണ് കേരള ഗവൺമെന്റിന് വേണ്ടി ആ കേസിൽ ഹാജരായത്. അദ്ദേഹം കൃത്യമായി ജഡ്ജി ചോദിച്ചു, എന്താണ് ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ്, എങ്ങനെയാണ് ഈ ഹർജി നിലനിൽക്കുക എന്ന് ഹർജിക്കാരൻ അഭിഭാഷകനോട് ചോദിക്കുകയും അദ്ദേഹത്തിന് സാധിക്കുന്ന വാദങ്ങളെല്ലാം അവിടെ നിരത്തിയതാണ്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഈ റിട്ട് പെറ്റീഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഞാൻ വായിച്ചതാണ്, അതുകൊണ്ട് ഒരു പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 10 ദിവസം കൊണ്ട് കേരള ഗവൺമെന്റിന് വേണ്ടി കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുക. അതിനുശേഷം ഒരു 7 ദിവസം എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് റിപ്ലൈ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ അതും ഫയൽ ചെയ്യുക. അങ്ങനെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് ഈ കേസ് പോസ്റ്റ് ചെയ്യാം, ഏകദേശം ആഫ്റ്റർ വെക്കേഷനിലേക്ക് പോകും, ആ തരത്തിലേക്ക് ഈ കേസ് വാദം കേൾക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഇതിൽ ഇടക്കാല ഉത്തരവ് വേണം, കാരണം ഈ കേസിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു ഇൻട്രീം ഓർഡർ വേണം, ഇനി പരസ്യങ്ങൾ പാടില്ല എന്ന രൂപത്തിൽ. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് അഭിഭാഷകൻ സൂചിപ്പിച്ചത് സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം ഉണ്ട്, ആ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. ആ വിധിന്യായം അങ്ങ് വായിച്ചിട്ടുണ്ടാകും, കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2015 7 SCC പേജ് നമ്പർ 1. അത് വായിച്ചാൽ ഗവൺമെന്റും കൃത്യമായി അപ്ലൈ ചെയ്യുന്നത് ആ ഡിസിഷൻ തന്നെയാണ്. ഇവിടെ ഒരു തരത്തിലും മറ്റൊരു ഗവൺമെന്റിനെ കളിയാക്കുന്ന, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, ഇന്ന മന്ത്രിമാരായിട്ടുള്ള ഗവൺമെന്റ്, കോൺഗ്രസിന്റെ ഗവൺമെന്റ് എന്നൊന്നും ആ പരസ്യത്തിന്റെ ഒരു പേജിലും ഒരു പാരഗ്രാഫിലും ഇല്ല. ആ 10 വർഷം മുമ്പുള്ള സാഹചര്യങ്ങളിൽ പല പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന വാർത്ത, ആ വാർത്തയുടെ ഹെഡിങ്ങും തീയതിയും വെച്ച് അതേ വാർത്ത പുനഃസൃഷ്ടിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു. അതാണ് PRD പരസ്യത്തിന്റെ ഉള്ളടക്കം. അതിൽ കോൺഗ്രസിന്റെ ഭരണകാലമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരുടെ ഭരണകാലമെന്നോ ഇന്നയാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഭരണകാലമെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റിന്റെ ഗുഡ് ഗവേണൻസിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പഴയ കാലങ്ങൾ സൂചിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മറ്റേതെങ്കിലും ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയല്ല ആ പരസ്യം. കാരണം 10 കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ വന്നിരിക്കുന്ന മാറ്റം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് 1-ാം പേജിലും 3-ാം പേജിലുമായിട്ട് ആ വാർത്ത ഇടം പിടിക്കുകയാണ്. കാരണം ദി ഹിന്ദു നാഷണൽ ഡെയിലി അടക്കം പ്രക്ഷേപണം ചെയ്ത വാർത്തയാണല്ലോ, അത് പബ്ലിഷ് ചെയ്ത വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രഥമ ദൃഷ്ട്യാ കേസില്ല എന്നും ഇത് നിലനിൽക്കുന്ന കേസല്ല എന്നും ഇതിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല, പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് ഈ ഹർജിയുമായിട്ട് വന്നത്. ഇല്ല എന്നും കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിട്ടാണ് ഇടക്കാല ഉത്തരവ് പോലും ഇത്തരം ഹർജികളിൽ കൊടുക്കാൻ തയ്യാറാകാത്തത്. ഇപ്പൊ എന്താ കോൺഗ്രസിന്റെ ലക്ഷ്യം? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസത്തിനുള്ളിൽ ഒരു തരത്തിലും 10 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കരുത്. അതിനുവേണ്ടി PRD ഇനി നടത്താൻ പോകുന്ന പരസ്യങ്ങളിലൊന്നും ഗവൺമെന്റിന്റെ ഗുഡ് ഗവേണൻസ് പറഞ്ഞോട്ടെ, നല്ല കാര്യങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ 10 വർഷം മുമ്പ് അത് ഓർമ്മിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന രൂപത്തിൽ തന്നെയാണ്. അതിൽ ഇടക്കാല ഉത്തരവ് തരാത്ത സാഹചര്യത്തിൽ
ഈ കേസ് തന്നെ ഇൻഫ്രച്ചസ് ആയി പോകും. കാരണം 17 ദിവസം കഴിഞ്ഞ് ഈ കേസ് വരുമ്പോഴേക്കും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആവും. ഒരു തരത്തിലും പരസ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാകും. അതുകൊണ്ട് എന്താണോ കോൺഗ്രസ് ഉദ്ദേശിച്ചത് അത് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 1-2 ആഴ്ചക്കുള്ളിൽ 3 പ്രധാനപ്പെട്ട വിധിന്യായം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഡേറ്റ മോഷണം എന്നു പറഞ്ഞ് പോയിട്ട് ഗുഡ് ഗവേണൻസ് ആണ്, മികച്ച ഭരണമാണ് കേരളത്തിന്റെ എന്ന ഒരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് മേടിച്ചു തന്ന ശ്രീ രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ നവകേരള സർവേ നടത്തി ഓരോ വീടാന്തരം കയറിയിറങ്ങി ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ, നവകേരളം ഭാവി കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്, അതുപോലെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വേണോ എന്ന് ചോദിച്ചാൽ അത് വലിയ അപരാധമായിട്ട് സുപ്രീം കോടതി പോയപ്പോഴും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് വീണ്ടും ചോദിക്കാനും മനസ്സിലാക്കുവാനും ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യാനും അത് ഗുഡ് ഗവേണൻസിന്റെ ഭാഗം തന്നെയാണ്. അത്തരത്തിലൊരു ഗവൺമെന്റ് പ്രവർത്തിച്ചാൽ അതിൽ ഇടപെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഓർഡറിന് സ്റ്റേ കൊടുക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. അതിന്റെ 3ാമത്തെ ഘട്ടം എന്ന രൂപത്തിലാണ് ഇപ്പൊ പരസ്യങ്ങളെ പാടില്ല, 10 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കരുത്, പ്രത്യേകിച്ച് ജനങ്ങളെ അത് ഓർമ്മിപ്പിക്കരുത് എന്ന രൂപത്തിൽ ഇപ്പോൾ റിട്ട് പെറ്റീഷനുമായി പോയത് ഒരു സാധാരണക്കാരനല്ല, ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, എറണാകുളത്തെ DCC പ്രസിഡന്റാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റൊരു സമുന്നതനായിട്ടുള്ള നേതാവാണ്, ജില്ലാ നേതാവാണ്. ഇവർ രണ്ടുപേരും പോയിട്ട് കനത്ത തിരിച്ചടി കിട്ടിയ ഒരു സാഹചര്യത്തിലും ഞങ്ങളുടെ അഭിഭാഷകന് പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും റേസ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി അവിടെ എല്ലാ വാദങ്ങളും നടന്നിരുന്നു. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഈ റിട്ട് പെറ്റീഷൻ നന്നായി വായിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമവും നോക്കിയിട്ടാണ് വരുന്നത്. സുപ്രീം കോടതി വിധി തന്നെയാണ് രണ്ടു കൂട്ടരും ഉന്നയിച്ചത്. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെയാണ് ഈ പരസ്യം വന്നിരിക്കുന്നത്. ഒരു നിയമവിരുദ്ധതയുമില്ല. ഇനിയും കോടതിയിൽ നിന്ന് തിരിച്ചടി മേടിക്കാൻ കോൺഗ്രസിന് സാഹചര്യമുണ്ട്. കാരണം 2-3 ദിവസത്തോടെ ഉണ്ടല്ലോ നോട്ടിഫിക്കേഷൻ വരാൻ. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള കുറവ് ചൂണ്ടിക്കാണിക്കുകയോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ഈ നടപ്പാക്കും എന്ന് പറയുകയോ ചെയ്യാതെ എല്ലാത്തിനും കോടതിയിൽ കയറി തിരിച്ചടി മേടിക്കാൻ ഇനി കോൺഗ്രസിന്റെ ജന്മം ഇനിയും ബാക്കി. ശരി.